എടാ, നമ്മൾ ഈ കൊച്ചിൽ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ചിലവിൽ കഴിയും. കുറച്ചുകൂടെ വളർന്നപ്പോൾ നമ്മൾ അവരുടെ ചിലവിൽ തന്നെ തുടർന്നു. എത്ര കാലമെന്ന് വെച്ചാടാ ഇവരെ ഇങ്ങനെ അപ്പൊ നീ ബുദ്ധിമുട്ടി. ജോലിക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചു? ജോലിക്ക് പോകാനോ? നീ ഒന്ന് പോയേ. പിന്നെ എങ്ങനെ? എങ്ങനെയെങ്കിലും പൈസയുള്ളൊരു വീട്ടിലെ പെണ്ണിനെ പ്രേമിച്ച് കെട്ടണം, അല്ലെങ്കിൽ ഒരു ജോലിയുള്ള. എങ്കിലും നീ പണിക്ക് പോവല്ലേ? എടാ, ഇത്രയും നാൾ ഞാൻ പണിക്ക് പോകാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ പണിക്ക് പോയി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആശുപത്രിയിലായ അത് വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഓ, അത് ശരിയാ. അപ്പോൾ നിനക്കൊരു പൈസക്കാരി പെണ്ണിനെ കെട്ടണം. പൈസക്കാരി അല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ജോലി ഉള്ളായാലും മതി. എങ്കിലും ഒരു പെണ്ണുണ്ട്. പെണ്ണുണ്ടേ? പെണ്ണുണ്ടേ അല്ല, പെണ്ണുണ്ടെന്ന്. പക്ഷെ ഹിന്ദിക്കാരിയാണോ എന്നൊരു ഡൗട്ട്. അല്ല, ബംഗാളിയുടെ ഭാര്യ ആയിരിക്കും. അതറിയില്ല. ഫോണിൽ കൂടെ നിന്ന് ഹിന്ദി സംസാരിക്കുന്ന കേട്ടത്. എവിടെയുള്ള? അതറിയില്ല. നമ്മുടെ വടക്കപ്പടി ജംഗ്ഷനിലെ ഫിനാൻസ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ആണോ? പക്ഷെ എങ്ങനെയാണ് അവളെ ഒന്ന് പ്രപ്പോസ് ചെയ്യുന്നത്? വാ കൊണ്ട്. എടാ മുടിഞ്ഞവനെ, അവൾ ഹിന്ദിക്കാരിയാന്നല്ലേ പറഞ്ഞേ? എനിക്ക് ഹിന്ദി അറിയില്ലല്ലോ. അത് എടാ, ഹിന്ദിക്കാരിയാണോ എന്ന് ഉറപ്പില്ല. പക്ഷെ ഹിന്ദി പഠിക്കാനൊരു വഴിയുണ്ട്. എന്ത് വഴി? നമ്മുടെ ദാസണ്ണൻ്റെ അടുത്ത് പോവാം. പുള്ളി പഴയ ഹിന്ദി വിദ്വാനല്ലേ. ഇതുവല്ല നടക്കൂ. ഈ സോനി ഒരു കാര്യമായിട്ട് ഓക്കെ നിനക്കറിയാമല്ലോ. അതറിയാം. എങ്കിൽ വാ. അല്ല, വണ്ടി എടുക്കും. പെട്രോൾ ഇല്ല. ആ, മോനെ ബാക്ക് ടയർ കാറ്റില്ലടാ. സാരല്ലേട്ടാ, ഫ്രണ്ട് അല്ലേ ഇരിക്കുന്നത്. സൂപ്പർ. അല്ല ഫ്രണ്ട് പിള്ളേർ വരെ കൗണ്ടർ അടിച്ചു തുടങ്ങി. എന്തു എന്തു നമ്മുടെ റെഞ്ചാൻ്റെ വീട്ടിൽ പാമ്പ് കയറിടാ. എന്നാ പാമ്പാ? ഞാലിപ്പോനാന്നാടാ തോന്നുന്നത്. പെട്ടെന്ന് പോവാ. അല്ല, അങ്ങനെ പാമ്പ്? ആ, അങ്ങനെയൊക്കെ ഉണ്ട്. വേണ്ട ദാസണ്ണൻ. ദാസണ്ണ, ആരാ നീ ഞങ്ങളെ നിങ്ങളെന്ന് പറഞ്ഞു? എടാ പറടാ. ദാസണ്ണ ഞാനാ സോനു അക്കരയിലുള്ളതാ. ഒന്ന് ഹിന്ദി പഠിക്കണമായിരുന്നു. ആർക്ക് നിനക്കോ? എനിക്കല്ലേ ഇവനാ. ഒരു കാര്യം ചെയ്യും, നാളെ വാ. നാളെ വന്നാ മറ്റന്നാൾ വരണ്ടോ? സൂപ്പർ. എടാ, ഇതുവല്ല നടക്കൂ. ഈ സോനു ഒരു കാര്യമായിട്ട് ഓക്കെ നിനക്കറിയാലോ. അതറിയാം. എങ്കിൽ വാ. അപ്പോൾ അങ്ങനെയാണ് കാര്യം. ആ അതെ. ഒരു കാര്യം ചെയ്യും, ദക്ഷിണ നമുക്ക് തുടങ്ങാം. ദക്ഷിണ ഇപ്പോൾ 1 രൂപ എന്ന് പറഞ്ഞാൽ ദക്ഷിണയാണ്. ആണോ? ഇത് 2 രൂപയുണ്ട്, അനുഗ്രഹിച്ചാൽ. ഒരു കാര്യം ചെയ്യും, കൂട്ടുകാരനെ അങ്ങോട്ട് മാറി നിൽക്കുക. അപ്പോൾ അവളെ പ്രപ്പോസ് ചെയ്യണം അല്ലേ? ആ അതെ. എന്നാൽ പിന്നെ അവളെ കാണുമ്പോൾ തുമരനെ ക്യാഹെന്ന് ചോദിക്കണം. എന്ന് വെച്ചാൽ നിന്റെ പേരെന്താന്ന്? എൻ്റെ പേര് കിഷോർ. എടാ, നിന്റെ അല്ല, അവളുടെ പേരെന്താന്ന് അത് ചോദിക്കണം. അത് ചോദിക്കുന്ന രീതിയാണ് ഞാൻ ഹിന്ദി പറഞ്ഞത്. ഓ ഓക്കെ. ഒന്ന് പറഞ്ഞേ. തുമാര നാം ക്യാ ഹെ? ഇനിയും അവളെ സ്നേഹിക്കുന്നു എന്ന് പറയണം. അതെങ്ങനെ പറയാം. മേം തുംസെ പ്യാർ കർത്താ ഹൂ. മേം തുംസെ പ്യാർ കർത്താ ഹൂ. പ്യാർ കർത്താ ഹൂ. നീ ഒരുമിച്ച് പറഞ്ഞു പറ. അല്ല, അണ്ണം പറഞ്ഞില്ലല്ലോ. നമുക്കൊരുമിച്ച് പറയാനല്ല, ആ സെൻറ്റൻസ് ഒരുമിച്ച് പറയാനാണ് പറഞ്ഞത്. ഓ ഓക്കെ. മേം തുംസെ പ്യാർ കർത്താ ഹൂ. ആ ഹോ. അതെന്തിനാ ഹോ ഇട്ടെ? അല്ല, ഈ തീർന്നല്ലോ എന്നോർത്ത് ഹോ ഇട്ട. എടാ, തീരുമ്പോൾ ഹോ അല്ല, ഹൂ ആണ് ഇടണ്ടേ. ഇതാ ഹോ അല്ല, ഇത് മലയാളത്തിലെ ഹോ. എടാ, മലയാളത്തിലെ ഹോ എന്താ ഹിന്ദിക്കകത്തിരുന്നേ? അതായത് നമ്മൾ ഈ ഹോ, ആ ഹോ ഇല്ലേ, ആ ഹോയാണ് ഈ ഹോ. ആ ഹോ എന്തിനാ ഹിന്ദിക്കകത്തിരുന്നേ? തീരുമ്പോൾ ഹൂ എന്ന് ഇടണ്ടേ, അല്ലെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്ക് വരും. അപ്പോൾ ഹൂ കൊണ്ട് ആ. നിർത്തണം. അപ്പോൾ ഇപ്പോൾ പഠിച്ച ഹിന്ദിയായിട്ട് ഞാൻ അവളുടെ അടുത്ത് പോയിട്ട് നാളെ ദക്ഷിണയായിട്ട് വീണ്ടും വരാം. വേണ്ട വേണ്ട, ദക്ഷിണ ഒന്നും വേണ്ട. നീ ആ 2 രൂപയ്ക്കല്ലേ പോപ്പൻസ് മേടിച്ചിട്ടുണ്ടോ? ശരി എന്നാ. ശരി. എന്തുവായി? മേ തുംസെ പ്യാർ കർത്താ. ശരി, വാ, കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് പോവാം. എടാ, മേ തുംസെ പ്യാർ കർത്താ എന്ന് വെച്ചാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഹോ, ഹിന്ദി എണ്ണേ ഹിന്ദി. സമയം 5 മണിയായി. ഇപ്പോൾ അല്ലേ അവള് വരുമെന്ന് പറഞ്ഞു. ചിലപ്പോൾ 5 മണി കഴിയും. എന്നാലും വാ, നേരത്തെ പോവാം. എടാ, അവൾ വരുമ്പോൾ ആദ്യം ഞാൻ അവളോട് ഹിന്ദി പേര് വയ്ക്കും. അത് കഴിഞ്ഞ് അവളെ പ്രപ്പോസ് ചെയ്യും. അത് കഴിഞ്ഞ് അവൾ തിരിഞ്ഞ് നടക്കാനടുത്ത് ഞാനൊരു പാട്ട് പാടും. ഏത് പാട്ട്? അയ്യോ, അത് ഞാൻ എന്നോട് പറയാൻ വിട്ടുപോയി. ഞാൻ ഇന്ന് രാത്രി ഒരു പാട്ടുണ്ടാക്കി. അപ്പോൾ ട്രാക്കോ? യൂട്യൂബിൽ എടുത്ത്. അത് കോപ്പി റൈറ്റ് ആവത്തില്ലോ. താങ്ക്സ് കൊടുത്താൽ പോരെ? ഞഞ്ഞായി. അവൾ വരുന്നു. എങ്കിൽ നീ ഫോൺ പിടിച്ചോ. അവളെ പ്രപ്പോസ് ചെയ്തിട്ട് അവൾ തിരിഞ്ഞ് നടക്കുമ്പോഴത്തേനും നീ പാട്ട് പ്ലേ ചെയ്യണം. പാട്ട് ഡൗൺലോഡ്സ് കിടപ്പുണ്ട്. ഓക്കെ അല്ലടാ? ഈ സോനി ഒരു കാര്യമായിട്ട് ഓക്കെ നിനക്കറിയാലോ. അതറിയാം. എങ്കിൽ പോകോ. ഹായ്. तुम्हारा नाम क्या है? ശ്രീലക്ഷ്മി. मैं तुमसे प्यार करता हूँ. വട്ടാണല്ലേ?
മലയാളിയാണോ? ആഹാ, നല്ല തല്ലിപ്പൊളി ട്രാക്ക്. നീ എന്നുള്ളിലെ പൂമഴയായി പെയ്തിടുമോ? ഞാൻ നിന്നുള്ളിലെ തേന്മഴയായി മാറുന്നുവോ? കനവറിഞ്ഞ നാളിലവളെ പ്രണയാദ്രമായി അവളിൽ എന്നും കൂടെ നിൽക്കാൻ നീ എൻ ചരത്തില്ലേ സഖിയേ നീ. ഡേ എന്തുപോയി? പാട്ട് മൊത്തം കഴിയുമ്പോഴത്തേനും സെറ്റാവും. എങ്കിൽ പോയി പാടാ. അനുരാഗം തൂകും എന്നിലായി എന്നുള്ളം തൂകും നിനക്കായി മഞ്ഞുരുകുമീ വേളയിൽ നീ എന്നെ പുൽകിടുമോ സഖിനി? നിൻ മൗനങ്ങളിൽ ഞാൻ നിൻ പ്രണയം കണ്ടുവോ? നീ എന്നുള്ളിലെ പൂമഴയായി പെയ്തിടുമോ? ഞാൻ നിന്നുള്ളിലെ തേന്മഴയായി മാറുന്നു. പാടുമായിരുന്നോ? പാട്ട് സൂപ്പറായിരുന്നു. താങ്ക് യു. അതെ, ആ അന്നത്തെ എൻ്റെ റിപ്ലൈ കിട്ടിയില്ലേ? मैं तुमसे प्यार करता हूँ. ശരിക്കും? ഒരു പുഞ്ചിരി തൂകി നിന്നാൽ നിന്നരികിൽ ഞാൻ വന്നിടാൻ ഉള്ളം അറിയും നീ മനസ്സലിയും നീ നിന്നെ സ്നേഹം കൊണ്ട് മൂടാം ഞാൻ. നീ എന്നുള്ളിലെ പൂമഴയായി പെയ്തിടുമോ? ഞാൻ നിന്നുള്ളിലെ തേന്മഴയായി മാറുന്നു. എടാ, ഇന്നൂടെയുള്ള എൻ്റെ ഓഫർ. നാളെ തൊട്ട് ഇനി എന്തോ ചെയ്യുന്നു. ഓ, ഇനി ഓഫറൊക്കെ ചെയ്തു തരാൻ ആളുണ്ടല്ലോ. ഹലോ, ഹലോ കിഷോർ, എവിടെയാ? ഞാൻ ഫ്രണ്ടിൻ്റെ അടുത്താ. താനൊന്ന് പോയില്ലേ? ആ അതെ, അത് പറയാനാണ് ഞാൻ വിളിച്ചത്. എൻ്റെ ജോലി പോയി. എങ്ങനെ? അത് പിന്നെ കമ്പനിയിലെ ഓണർ ആൾക്കാരുടെ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിരുന്നു. അവസാനം അത് പുള്ളിക്കാരന് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ എത്തിയപ്പോൾ പുള്ളിക്കാരൻ മുങ്ങി. ഞഞ്ഞായി. ഇനിയിപ്പോൾ? അറിയില്ല, നാളെ തൊട്ട് ഞാൻ വിളിക്കില്ല. എൻ്റെ ഓഫർ ഇന്നോടെ ഉള്ളൂ. ആ ഓക്കെ. ശരിയെന്നാ. ആ ഓക്കെ. എന്താടാ? ഓ, അവളുടെ കമ്പനി കൂട്ടിടാ. അതൊന്നും വൈകിട്ട് പോയിട്ടുന്നില്ല, രാവിലെ അങ്ങ് തുറന്നോളൂ. ഇവിടെ മുടിഞ്ഞവനെ അവളുടെ കമ്പനി അടച്ചു കൂട്ടിന്ന്. അവിടെ ഉള്ള എല്ലാവരും ജോലിയും പോയി. ശ്ശോ, എന്ത് ഒന്നാമത് പട്ടിണിയാണ്. അതിൻ്റെ കൂടെ ലൈന് വിട്ട്. ശ്ശേ. എല്ലാം നീ ഒറ്റടുത്ത് നിക്കടാ. ഹലോ. ഹലോ എടി, ഞാൻ അവനോട് വിളിച്ച് ഓഫർ തരുന്ന കാര്യം പറഞ്ഞു. എന്നിട്ട് അവനെന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. നീ നോക്കിയോ, വിത്തിൻ സെക്കൻഡ്സ് നിൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വരും, റീചാർജ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞു. ആണോ? പിന്നല്ല. എടി, മിക്കവാറും കമ്പനി അടച്ചുകൂടാനുള്ള ചാൻസ് ഉണ്ട്.
പൈസയ്ക്കൊക്കെ ഇനി ഞാൻ എന്ത് ചെയ്യും? മൊബൈൽ റീചാർജ് ചെയ്യാനൊക്കെ എങ്ങനെ വീട്ടുകാരോട് ചോദിക്കുന്നത്? നീ എൻ്റെ ഈ ഫോൺ കണ്ടോ, ഇതെനിക്ക് എൻ്റെ മനു വാങ്ങി തന്നതാ. ഇതിൽ റീചാർജ് ചെയ്യുന്ന എല്ലാം അവനാ. നിനക്ക് അങ്ങനെങ്കിലും ഒരുത്തനുണ്ടോ? എനിക്കോ? നീയും ഏതെങ്കിലും ഒരുത്തൻ ലൈൻ ഇട്. പക്ഷെ ആരെ കിട്ടാനാ? ഏതെങ്കിലും ഒരു ബന്ധം വരായിരിക്കത്തില്ല. मैं तुमसे प्यार करता हूँ.